പ്രിയമുള്ളവരെ, ജപ്പാനിലെ അക്കിത്ത എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്ന കോൺവെൻറ്റ് ചാപ്പലിൽ സ്ഥാപിച്ചിരുന്ന 3 അടി വലുപ്പമുള്ള പരിശുദ്ധ അമ്മയുടെ മരത്തിൽ കൊത്തിയുണ്ടാക്കിയ രൂപത്തിൽ നിന്ന് താഴേക്ക് വീണ രക്തത്തുള്ളി, താഴേക്ക് വീണ കണ്ണുനീർ, താഴേക്ക് വീണ വയർപ്പ് തുള്ളികൾ, ഇത് 3ഉം നമ്മോട് ആവശ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ അമ്മ ഒരുപാട് സന്ദേശങ്ങൾ ഈ കന്യാസ്ത്രീക്ക് കൈമാറ്റം ചെയ്യുന്നുണ്ട് എങ്കിലും എല്ലാ സന്ദേശങ്ങളും ഏതാണ്ട് മറ്റു പ്രത്യക്ഷപ്പെടലുകളിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊടുത്തിട്ടുള്ളതാണ് എങ്കിലും വ്യതിരിക്തമായ ഒരു സന്ദേശം അക്കിത്ത മാതാവ് ഈ വിശുദ്ധയായി ജീവിച്ചിരുന്ന കന്യാസ്ത്രീക്ക് നൽകിയിരുന്നു. അത് വേറൊന്നുമല്ല, സഭയിൽ ഭിന്നിപ്പിന് സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. കർദിനാൾമാർക്കെതിരായും, മെത്രാന്മാർക്കെതിരായും, വൈദികർക്കെതിരായും ഭിന്നിക്കുന്ന ഒരവസരത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് സഭയുടെ ഐക്യത്തിനു വേണ്ടിയും സഭയുടെ ഒരുമയ്ക്കു വേണ്ടിയും പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ജപ്പാനിലെ അക്കിത്ത എന്ന കൊച്ചു സ്ഥലത്ത് 3 അടി വലുപ്പമുള്ള ഒരമ്മയിൽ നിന്നും ഒഴുകിയിറങ്ങിയ കണ്ണുനീരും രക്തവും വിയർപ്പും നൽകിയ സന്ദേശങ്ങൾ ഒരുപാടാണെങ്കിലും ഓർത്തു വയ്ക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഒരൊറ്റ കാര്യം, അത് സഭയുടെ ഐക്യത്തിനു വേണ്ടി.